വയനാട്ടിൽ മത്സരിക്കാൻ ഞങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അതേ പ്രതീക്ഷയോടെ ആയിരിക്കും. തൃശ്ശൂരിലാണുള്ളത്. ബി ജെ പിയുടെ ജയമുണ്ടായ ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ തോൽവി അത് വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. അല്ല, പൂർണ്ണമായിട്ടും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൻ്റെ പാഠങ്ങൾ വിലപ്പെട്ട ഗൗരവമേറിയ പാഠങ്ങളാണ്. ഇടതുപക്ഷക്കാർ മാത്രമല്ല മതേതരവാദികളാകെ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു ഫലമാണ് ഉണ്ടായത് തൃശ്ശൂരിൽ. ഈ രാജ്യത്തിൻ്റെ എല്ലാ നല്ല മൂല്യങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രബുദ്ധ കേരളത്തിൽ അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു പാർലമെൻറ്റിലേക്ക്. ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കണം. ആ പഠനം പൂർത്തിയായിട്ടില്ല, പക്ഷേ അത് വേണ്ടി വരും. ഞങ്ങൾ ഇടതുപക്ഷമാകെ തന്നെ എല്ലാ മതേതര ബന്ധുക്കളുമായി ചേർന്നുകൊണ്ടും ഞങ്ങൾ പഠിക്കും. എന്തുകൊണ്ട് ഇതുപോലൊരു പാർട്ടിക്ക് ഈ തൃശ്ശൂരിൽ ഇത്തരം ഒരു വിജയമുണ്ടാകാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ നിലവിളിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കരയില്ല. പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നീതിബോധത്തോടു കൂടെ തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും. അത് CPI പഠിക്കും, CPM പഠിക്കും, LDF ഓരോ കക്ഷിയും പഠിക്കും. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും. ഞാൻ CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്ന് പറഞ്ഞാൽ CPIയുടെ ജനറൽ സെക്രട്ടറിയും 10 സെക്രട്ടറിമാരും അടങ്ങുന്ന സമിതിയാണ് ദേശീയ സെക്രട്ടേറിയറ്റ്. അതിലംഗമാണ്. ആ ദേശീയ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു യോഗത്തിലും സംയുക്ത അന്വേഷണമെന്ന ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല. അത് മീഡിയ സുഹൃത്തുക്കൾ കണ്ടുപിടിച്ചൊരു പലപ്പോഴും കണ്ടുപിടിക്കും പോലെ കണ്ടുപിടിച്ച ഒരു സാങ്കല്പിക വാചകമാണത്. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളും പഠിക്കണം, CPM പഠിക്കണം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് എപ്പോഴെല്ലാം ഒരുമിച്ചിരിക്കണോ അപ്പോഴെല്ലാം ഒരുമിച്ചിരിക്കാൻ എല്ലാ തലങ്ങളിലും ആ ബന്ധമുണ്ട്. CPIക്കും CPM ആ സഹോദരി ബന്ധമുണ്ട്. അത് ഞങ്ങൾക്കൊരു മുന്നൊരുക്കത്തിൻ്റെ ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും തൃശ്ശൂരെന്നല്ല, കേരളത്തിലാകെ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും ഏറ്റവും ആരടുപ്പമുള്ള മുന്നണി ബന്ധമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും LDF ഒറ്റക്കെട്ടായി പോരാടി. CPI ബന്ധങ്ങളെപ്പറ്റി എവിടെയും ഒരു ചെറിയ മുറിമുറുപ്പ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ വളരെ ആത്മാർത്ഥമായും അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കും. ഞങ്ങൾ നോക്കണം. ഞങ്ങളുടെ ജനവിഭാഗങ്ങളെന്ന് വെച്ചാൽ കൃഷിക്കാർ, തൊഴിലാളികൾ, പാവങ്ങൾ, അവർക്ക് ഞങ്ങളെപ്പറ്റിയുള്ള പ്രതിരക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, കാത്തിരിപ്പുകളുണ്ട്. അതിനോടെല്ലാം ഞങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങളെല്ലാം നിറഞ്ഞ വിനയത്തോടെ പഠിക്കണം, പരിശോധിക്കണം. ഒരു പരാജയവും അവസാനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാ പാഠങ്ങളും പഠിച്ച് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി LDF മുമ്പോട്ട് പോകും. LDF വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. ഇടതുപക്ഷത്തിന് പരാജയത്തോടു കൂടി ഞങ്ങൾ പത്തി മടക്കി അല്ലെങ്കിൽ പടം മടക്കി ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. എവിടെ? തീർച്ചയായിട്ടും ഇല്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സംസാരിച്ചത്. എന്തായാലും വയനാട്ടിൽ CPI മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.